ഞാൻ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ജനുവരി 19-നായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ജൂൺ 24-ാം തീയതിയാണ്. അപ്പോൾ ഒരു 6 മാസമായി. ഈ ജൂൺ കഴിയാറായി. 6 മാസം കഴിയാറായി ഏകദേശം. എന്നിട്ടും എൻ്റെ ഡ്രസ്സും ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാഷും റീഫണ്ട് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. എനിക്കും എൻ്റെ അമ്മയ്ക്കും കിട്ടിയിട്ടില്ല. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കൊരു ഓൺലൈൻ ബുട്ടിക്കിൽ നിന്നാണ് കേട്ടോ ഇങ്ങനൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത്. ഏറെക്കുറെ ആളുകൾക്ക് അറിയായിരിക്കും, മിത്രം കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ ബുട്ടിക്ക് നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്. അവർ യൂട്യൂബിലാണ് മെയിനായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഇവരെ വീഡിയോസ് കാണാനിടയാവുന്നത്. അങ്ങനെ അതിൽ ഞാൻ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം 2024-ൽ. അതിൽ ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ. അതിലെനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അതിൽ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഹാപ്പി കസ്റ്റമർ ആയിരുന്നു അപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഓർഡർ ചെയ്തു, 15 ദിവസത്തിനുള്ളിൽ തന്നെ സാധനം കിട്ടി. ഓക്കെ, ഞാൻ വിചാരിച്ചതേ സെയിം കളർ, സെയിം ഡിസൈൻ, നല്ല ക്ലോത്ത് എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ അന്ന് ഞാൻ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ജനുവരി 2025 ജനുവരിയിലാണ് ഞാൻ പിന്നെ രണ്ടാമത് അവരുടെ അടുത്ത് നിന്ന് ഡ്രസ്സ് വാങ്ങിയത്. അപ്പോഴാണ് എനിക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത് കേട്ടോ. ആ ഡ്രസ്സ് വാങ്ങിയതാണ് 2 തവണയാണ് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത്. ഈ രണ്ടാമത്തെ തവണ വാങ്ങിയപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ജനുവരിയിൽ 19-നാണ് ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ഡ്രസ്സ് കിട്ടുകയെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് 15-20 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ മാമിന് കിട്ടുമെന്ന് പറഞ്ഞു. അത് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ അവർക്ക് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നോർമലി എല്ലാവർക്കും ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ അവർ അപ്പം തന്നെ സൈസ്, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോട്ട് ചെയ്യാറുണ്ട്. ഇത് ഞാൻ അയച്ച സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അവർ സീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് ഒരു മെസ്സേജും ഇല്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചു, സൈസും അഡ്രസ്സും കാര്യങ്ങളൊന്നും വേണ്ടേന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ആ മാം വേണം, അയച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊക്കെ അയച്ചു കൊടുത്തു കേട്ടോ. അപ്പോഴേ എൻ്റെ മനസ്സിലുണ്ട്, ഈശ്വര എന്തെങ്കിലും കാരണം കൊണ്ട് ലാഗ് ആവോ, എന്തായാലും കുഴപ്പമില്ല, മുമ്പത്തത് അയച്ചത് എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ, ആ ഒരു വിശ്വാസത്തിൽ ഞാൻ നിന്നു. ഞാൻ ഓർഡർ ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അമ്മ ഞാനിങ്ങനെ ഒരു ഡ്രസ്സ് ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇവരിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ട്. വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലാണ് ഇടുന്നത്. പക്ഷേ ഞാൻ യൂട്യൂബിലൊന്നും അങ്ങനെ കാണുന്നില്ല, സ്റ്റാറ്റസ് കാണുന്നുണ്ട്. അതിലിങ്ങനെ ഓഫർ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു ദിവസം 10-25 ഫോട്ടോസൊന്നും അല്ല അവരിടുന്നത്. ഒക്കെ അങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ വാങ്ങിയതായിരുന്നു, അപ്പോൾ അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ. ഞാൻ നമ്പർ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അമ്മ പറഞ്ഞു, ആ കൊള്ളാലോ, നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്, റേറ്റും കുറവാണെന്ന്, ഞാൻ അതിന് 2 വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ ഞാൻ 2 വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ജനുവരി ഓർഡർ ചെയ്ത സാധനം ഫെബ്രുവരി ഒരു ലാസ്റ്റ് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. ഫെബ്രുവരി ലാസ്റ്റ് വരെ അവർ വാട്സപ്പിലോ ഒന്നും അറിയിക്കുന്നൊന്നുമില്ല, അയച്ചെന്നോ ഒന്നും അറിയിക്കുന്നില്ല. അങ്ങനെ ഒരു ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു, നിങ്ങൾ അയച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 25 വർക്കിംഗ് ഡേയ്സ് ആണ് മാം, അതിനുള്ളിലാണ് കിട്ടുകയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് 15-20 വർക്കിംഗ് ഡേയ്സ് ആണല്ലോ പറഞ്ഞത്, അത് അയച്ചത് മാറിപ്പോയതാണ്. 25 വർക്കിംഗ് ഡേയ്സ് ആണ്. അതിൽ ഹോളിഡേയ്സ് അതേപോലെ തന്നെ സൺഡേ അതൊന്നും ഉൾപ്പെടില്ല. ബാക്കിയുള്ള ദിവസങ്ങളാണ് വരുന്നത്. ഓക്കെ, ഒരു 5 ദിവസം കൂടിയല്ലേ, ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കും ഡ്രസ്സ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു 25 ദിവസമാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അമ്മയും സെയിം തന്നെയാണ് പറഞ്ഞത്. അമ്മേൻ്റെ അടുത്തും പറഞ്ഞത് 15-20 വർക്കിംഗ് ഡേയ്സ് ആണല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, അവരിപ്പം പറഞ്ഞത് 25 ദിവസമാണെന്ന്. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സ് മുന്നേ വാങ്ങിച്ചത് നമുക്ക് വിഷു കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, വിഷുവിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് യൂസ് ചെയ്യാം എന്നുള്ളൊരു കണക്കുകൂട്ടലിലൊക്കെയാണ്. അങ്ങനെ മാർച്ചായി. മാർച്ചായപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അയച്ചു? അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ ഈ ചോദിക്കുന്നതിനൊന്നും കറക്റ്റ് റിപ്ലൈ ഒന്നും തരുന്നില്ല കേട്ടോ. അവർ ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് റിപ്ലൈ തരുന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയാണ്, മാം ഓർഡർ ചെയ്ത ഡ്രസ്സ് ഞാൻ ഇവിടെ നിന്ന് സൈറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം, ഞാനൊരു ഏലൻ കുർത്തി തന്നെയാണ്, അതിൽ തന്നെ യോക്ക് പോർഷനിൽ ഒരു കലങ്കാരി പാറ്റേൺ ഡിസൈൻ വരുന്നുണ്ട്, റെഡ് ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, ആ ഒരു കലങ്കാരി ആ ഒരു റെഡ് കളറിലില്ല, അതേപോലെ ആ പാറ്റേണും അല്ല, വേറെ കളറോ അല്ലെങ്കിൽ വേറെ പാറ്റേണോ വെക്കണോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് കളറാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്, ഒന്ന് ജസ്റ്റ് വാട്സപ്പ് അയക്കുമെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഏത് പാറ്റേണാണ് നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച തരാമെന്നൊക്കെ പറഞ്ഞു. അയച്ചു തരാമെന്നൊക്കെ പോയി. പിന്നെ ഒരു 2 ആഴ്ചയ്ക്ക് അയക്കുന്നൊന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങൾ എന്താ അയക്കാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവരയക്കുന്നൊന്നുമില്ല.
പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, "ഇനി നിങ്ങൾ അയക്കണ്ട. ഇനി നിങ്ങൾക്ക് അതിൽ മാച്ച് ആവുന്നത് നിങ്ങൾ നോക്കി ചെയ്തോ. എന്തായാലും പെട്ടെന്ന് എനിക്ക് വേണം, ഡ്രസ്സ് വേണം. പെട്ടെന്ന് അയച്ചു തരണം ട്ടോ" എന്ന് പറഞ്ഞു. ഓക്കെ എന്നാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ പിന്നെ ഒരു റെസ്പോൺസോ കാര്യങ്ങളൊന്നുമില്ല വാട്സപ്പിൽ. അങ്ങനെ മാർച്ച് ഒരു പകുതിയായപ്പോൾ ഞാൻ ചോദിച്ചു, "എന്തായി നിങ്ങൾ അയച്ചോ?" അപ്പോൾ അവർ പറയാണ്, "സോറി മാം, മാമിൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ അത് സോൾഡ് ഔട്ടായി. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ഇല്ല, കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇനിയിപ്പോൾ അതില്ലെങ്കിൽ എൻ്റെ ക്യാഷ് റീഫണ്ട് ചെയ്ത് തന്നോളൂ പറഞ്ഞു. അപ്പോൾ അല്ല, വേറെ ഓപ്ഷൻ ഉണ്ട്, മാം പേയ്മെൻറ്റ് ചെയ്ത അതേ ഒരു എമൗണ്ടിൽ വേറെ ഡ്രസ്സുകൾ ഞാൻ അയച്ചു തരാം. അതിൽ മാമിന് ഇഷ്ടപ്പെടുന്നത് മാം നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അയച്ചു തന്നോളൂ. എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ എന്നാൽ നിങ്ങൾ അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അയക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം അവർ അയക്കുന്നത് കേട്ടോ. അങ്ങനെ അയച്ചു. അതിൽ ഞാൻ ഇഷ്ടപ്പെട്ടത് ഞാൻ അപ്പം തന്നെ അവർക്ക് അയച്ച സമയത്ത് തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത് വേഗം സെലക്ട് ചെയ്ത് അയച്ചു കൊടുത്തു. എന്നിട്ട് ഒരു 1.5 ആഴ്ചത്തോളം ഞാൻ അയച്ചത് അവർ സെയിം ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ കിടക്കുകയാണ്. പക്ഷെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് സെയിം തന്നെയാണ് അമ്മേൻ്റെ അടുത്തും പറഞ്ഞത്. അമ്മേൻ്റെതും സോൾഡ് ഔട്ടായി, വേറെ ഡ്രസ്സ് അയച്ചു കൊടുത്തു. അങ്ങനെ അമ്മ അതൊന്ന് സെലക്ട് ചെയ്ത് ഞാൻ ചെയ്ത പോലെ തന്നെ അമ്മയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് നോക്കുന്നൊന്നുമില്ല. എൻ്റെ അതേ സെയിം സിറ്റുവേഷൻ തന്നെ അമ്മയ്ക്കുള്ളത്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ സെയിം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അയക്കാമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്നാൽ പെട്ടെന്ന് അയക്കണം, എനിക്കിങ്ങനെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ അയക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി കേട്ടോ. പിന്നെ ഒരു റെസ്പോൺസും ഇല്ല. പിന്നെ നമ്മൾ അയക്കുന്നതിനൊന്നും റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കണ്ടിന്യൂസ് ഞാൻ അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വെറുതെ ഇതിൽ റെസ്പോണ്ട് ചെയ്യാഞ്ഞപ്പോൾ ഞാൻ വെറുതെ യൂട്യൂബിലൊന്ന് ജസ്റ്റ് കയറി നോക്കി. ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, അതിനൊന്നും ഒരു കുറവുമില്ല. കണ്ടിന്യൂസ് വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, വമ്പൻ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഫോട്ടോസും സ്റ്റാറ്റസും ഡെയിലി അവരിങ്ങനെ വെക്കുന്നുണ്ട്. അതിലൊന്നും അവർക്കൊരു ഇതൊന്നും ഇല്ല. പക്ഷെ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ കറക്റ്റ് നോക്കുന്നില്ല. അങ്ങനെ ഞാൻ ഒരു അങ്ങനെ മാർച്ചും കഴിഞ്ഞു കേട്ടോ. മാർച്ച് വരെ ഒന്നും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്ക് ആയപ്പോൾ ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ പറയാണ്, സോറി മാം, അതും സോൾഡ് ഔട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഡ്രസ്സ് വേണ്ട, എനിക്ക് എൻ്റെ പേയ്മെൻറ്റ് തന്നാൽ മതി. അമ്മയും സെയിം തന്നെ പറഞ്ഞു, അമ്മയ്ക്കും വേണ്ട, പേയ്മെൻറ്റ് തന്നാൽ മതി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പേയ്മെൻറ്റ് മതി, എനിക്ക് റീഫണ്ട് വേണമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ റെസ്പോണ്ട് ഇല്ല. പിന്നെ ലാഗിങ് ആയിട്ടോ. പിന്നെ മെസ്സേജ് അയക്കുന്നതൊന്നും കറക്റ്റായിട്ടൊന്നും റിപ്ലൈ തരുന്നില്ല. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ കയറി നോക്കിയത്. അപ്പോൾ യൂട്യൂബിൽ കയറി നോക്കിയപ്പോൾ അതിൽ എൻ്റെ അതേ സെയിം സിറ്റുവേഷനാണ് ഒരുപാട് പേർക്ക് കേട്ടോ. എല്ലാവരും കമൻറ്റിൽ തന്നെയാണ് പറയുന്നത്, ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് 3-5 മാസമായി, ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും കമൻറ്റ് ചെയ്തു കേട്ടോ. എൻ്റെ ഡ്രസ്സ് ഇതേപോലെ തന്നെ സെയിം, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞു. പക്ഷേ അതിന് റിപ്ലൈ തന്നില്ല. ഞാനിങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വെറുതെ എടുത്ത് യൂട്യൂബിൽ നോക്കിയപ്പോൾ എൻ്റെ കമൻറ്റിന് റിപ്ലൈ ഒന്നുമില്ല. വേറൊരു കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, നമ്പറും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. ആ നമ്പറിൽ ഞാൻ ജസ്റ്റ് വിളിച്ചു നോക്കിയിട്ട് രാവിലെ തന്നെ. വിളിച്ചപ്പോൾ ഒരു പയ്യനാണ് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെ കോൺടാക്ട് ചെയ്ത സ്റ്റാഫ് ലീവായിരുന്നു, അതാണ് നിങ്ങൾക്ക് റിപ്ലൈ തരാഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ എന്തായാലും കുഴപ്പമില്ല, എനിക്ക് എന്തായാലും ഇനി പ്രൊഡക്റ്റ് എന്തായാലും വേണ്ട, എനിക്ക് എൻ്റെ ക്യാഷ് തിരിച്ചു കിട്ടണം, എനിക്ക് അമ്മേൻ്റെയും ക്യാഷ് തിരിച്ചു കിട്ടണം, പെട്ടെന്ന് തന്നെ അത് അയച്ചു തരണം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ നിങ്ങളെ സ്റ്റാഫ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ആ പയ്യൻ കട്ടാക്കി. പിന്നെ ഒരു ഉച്ച വരെ റെസ്പോണ്ട് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ പയ്യനെ വീണ്ടും വിളിച്ചു. എന്താ, അവരെന്നെ വിളിച്ചിട്ടൊന്നുമില്ല, ചോദിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അവരിപ്പോൾ വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ മെസ്സേജ് അയച്ചു, ലേഡി സ്റ്റാഫ് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും പ്രൊഡക്റ്റ് വേണ്ട, എനിക്ക് ക്യാഷ് മതി തന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയാണ്, അയ്യോ മാം, ക്യാഷ് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല, റീഫണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ സാലറിയിൽ നിന്ന് പിടിക്കും, അപ്പം അത് പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ അടുത്ത് എന്താ പറയുക, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ പറ, ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ പറയുക. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് ക്യാഷ് അയച്ചു കൊടുത്ത് ആ ഡ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, എന്നിട്ടിപ്പോൾ ഡ്രസ്സും ഇല്ല, നമ്മൾ കൊടുത്ത ക്യാഷും ഇല്ല. അവർ പറഞ്ഞ ഡയലോഗ് ഇത്, അവർ സാലറിയിൽ നിന്ന് പിടിക്കും എന്നുള്ളത്. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയണ്ട, എനിക്ക് എന്തായാലും എൻ്റെ ക്യാഷ് എനിക്ക് തിരിച്ചു കിട്ടണം, അമ്മയ്ക്ക് ക്യാഷ് അയച്ചു കൊടുക്കണം. അപ്പോൾ അവർ പറഞ്ഞു, മാം കുറേ സോറിയൊക്കെ പറഞ്ഞു കേട്ടോ. എന്നോട് പറഞ്ഞു, കുറച്ച് ഡ്രസ്സ് ഞാൻ അയച്ചുതരാം ലാസ്റ്റായിട്ട്, അപ്പം മാമിനിൽ പറ്റിയത് ഇഷ്ടപ്പെട്ടതൊന്ന് പെട്ടെന്ന് അയച്ചു തരുമോ, പെട്ടെന്ന് തന്നെ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ലാസ്റ്റാണ്, ഇനി ഞാൻ വെയിറ്റ് ചെയ്യില്ല, ഇതിലെന്തായാലും എനിക്ക് ഡ്രസ്സ് കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ റീഫണ്ട് എനിക്ക് ചെയ്തു തരണം. അപ്പോൾ ഒരെണ്ണം ഓക്കെയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ എനിക്ക് അയച്ചു തന്നു കേട്ടോ കുറച്ച് ഡ്രസ്സുകളിൽ ഒരു 10-25 ഡ്രസ്സുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്.
അതിലൊരു 2, 3 ഡ്രസ്സ് ഓക്കെ നന്ന് ട്ടോ. അതില് എനിക്കുള്ള സെയിം കളറാണ്. പിന്നെ എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള ഡിസൈൻ വർക്കുകളായിരുന്നു. അതുകൊണ്ട് അത് എടുത്തില്ല. ബാക്കിയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരാ അത് എന്താ പറയാ, ഈ ചുക്കി ചുളിഞ്ഞ ആകെ നാശമായ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് മടക്കി വെച്ചിട്ട് അയച്ചു തന്നു. അങ്ങനെ ഡ്രസ്സുകൾ ഒരുപാടെണ്ണം ഉള്ളത്. പിന്നെ ഉള്ള കുറച്ച് ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഒരു ഹോൾസെയിൽ കടയിലൊക്കെ പോയാലൊക്കെ കാണാമല്ലോ, ആർക്കും വേണ്ടാത്ത കുറച്ച് ഡ്രസ്സുകൾ ഒരു മൂലയ്ക്ക് കിടക്കുന്നത്. എന്താ പറയുക, കുറച്ച് പഴയ മോഡല് ഒരു കോട്ടൺ മെറ്റീരിയലൊക്കെ വരുന്ന ഡ്രസ്സുകളുണ്ടല്ലോ, ഒരു 100-150 രൂപയ്ക്കൊക്കെ കിട്ടുന്ന നമ്മൾ ഡെയിലി വെയർ ചെയ്യണ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകൾ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അമ്മയ്ക്ക് തന്നെയാണ് അയച്ചു കൊടുത്തത്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ തോന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് വേണ്ട. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. അമ്മ പറഞ്ഞു വേണ്ട, ക്യാഷ് അയച്ചു തന്നാൽ മതി. അപ്പം പിന്നെ അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് കാലത്തേക്ക് റെസ്പോണ്ടേ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ആ പയ്യനെ വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് റീഫണ്ട് വേണം, എനിക്ക് എന്തായാലും ഇനി പ്രൊഡക്റ്റ് വേണ്ട. അങ്ങനെ പറയുമ്പോൾ ആ പയ്യനോട് പറയുമ്പോൾ ആ ലേഡി സ്റ്റാഫ് ഹായ് മാം എന്ന് മെസ്സേജ് അയക്കും. ഹായ് മാം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ച് അങ്ങോട്ട് പോകും. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്തായാലും ഇനി എന്തായാലും ആ സ്റ്റാഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മെസ്സേജ് അയച്ചു, എനിക്ക് എന്തായാലും റീഫണ്ട് ചെയ്ത് തരണം. ഞാൻ തറപ്പിച്ച് തന്നെ പറഞ്ഞു. ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ജൂൺ 24-ാം തീയതിയാണ് കേട്ടോ. 6 മാസം കഴിയാറായി. ഇപ്പോൾ ഈ ജൂൺ കഴിയാറായി, എന്നിട്ടും ആ പ്രൊഡക്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇതേപോലെ ഈ ഓഫറും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചാടി വീണ് എന്നെ പോലെ ചാടി വീണ് വാങ്ങിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇതൊക്കെ കൺഫേം ചെയ്തിട്ട് വാങ്ങിക്കുക. ഇങ്ങനത്തെ ഈ ഒരു ഓൺലൈൻ ബുട്ടിക്കിലൂടെ ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും എല്ലാ ആളുകളുടെ അടുത്തും ക്യാഷ് വാങ്ങിയിട്ട് അത് പ്രൊഡക്റ്റ് എത്തിക്കാതെ, അല്ലെങ്കിൽ ഇനി അവർക്ക് ആ ഒരു ഡ്രസ്സ് തരാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുത്ത ക്യാഷ് അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുത്തൂടെ, അതും അവർ ചെയ്യുന്നില്ല. അപ്പോൾ ചെയ്യാൻ പറയുമ്പം പറയുന്ന ഡയലോഗാണ് വേറെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും. ഓക്കെ, എന്തായാലും എനിക്ക് വന്ന സെയിം സിറ്റുവേഷൻ നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്, വേറെ ഒന്നുമില്ല. അപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ചെയ്യണം വിചാരിച്ച് നിൽക്കുന്നു. അപ്പം അവർ ആ ഡ്രസ്സോ അല്ലെങ്കിൽ ആ ഫണ്ടോ അവർ അയച്ചു തരും എന്നുള്ള വെയിറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ 6 മാസമായിട്ടും അവർ തന്നിട്ടില്ല. അപ്പോൾ എന്നെപ്പോലെ ഇനി വേറെ ആരും ചതിയിലൊന്നും പോയി വീഴണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ. ഓൺലൈനിലൂടെ ബിസിനസ് നടത്തുന്ന ഒരുപാട് പേരുണ്ട്. ഓൺലൈൻ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാനും വേറെ 2-3 ഓൺലൈൻ ബുട്ടിക്കിൽ നിന്നൊക്കെ ഡ്രസ്സ് വാങ്ങിയ ആളാണ്. എനിക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഡ്രസ്സ് കിട്ടിയിട്ടുമുണ്ട്. നല്ല ഡ്രസ്സുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും ഓൺലൈനിൽ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ നോക്കി കണ്ടൊക്കെ വാങ്ങിക്കാം, അല്ലെങ്കിൽ എൻ്റെ അതേ അവസ്ഥ നിങ്ങൾക്കും വരും. പിന്നെ ഈ ഒരു മിത്രം കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ബുട്ടിക്കിന്ന് ഡ്രസ്സ് വാങ്ങിയിട്ട് എൻ്റെ അതേ ഒരു സെയിം സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾക്കുണ്ടായ ആ ഒരു കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ആയിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രസ്സ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് കിട്ടിയോ, അല്ലെങ്കിൽ റീഫണ്ട് കിട്ടിയോ എന്താണെന്നുള്ളത് നിങ്ങൾ അറിയിക്കുക. എന്തായാലും എനിക്ക് ആ ഡ്രസ്സും കിട്ടിയിട്ടില്ല, എൻ്റെ എമൗണ്ട് കൊടുത്തത് റീഫണ്ട് ചെയ്ത് കിട്ടിയിട്ടുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.